അത് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉദ്ദേശമില്ല, ഒരു ദുരുദ്ദേശമില്ല. അതെ, സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരു അഭിമുഖത്തില് ലൈം ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമേനെ ഒരു വിധത്തിലും തേജോവധം ചെയ്യാനോ മോശമായിട്ട് പറയാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഇന്നലെയാണ് UK നിന്ന് എത്തിയത്. അത് ഡൈവേർട്ടായി പോയി. പക്ഷേ പ്രേം നസീർ ഫൗണ്ടേഷന്റെ ചെയർമാനായിട്ടുള്ള മേനക സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം. നസീർ സാറിന്റെ തൊട്ടടുത്ത ബന്ധു, അതായത് പ്രേം നസീർ ഫൗണ്ടേഷന്റെ തൊട്ടടുത്ത ചേട്ടനിയന്മാരും മക്കളായിട്ടുള്ള ഫൈസൽ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ഫൗണ്ടേഷന്റെ. അതുപോലെ തന്നെ നാസർഗ എൻ്റെ ട്രഷററാണ്. അവരായിട്ട് ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അവർക്കും മനസ്സിലായി കാര്യം വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് ഡൈവേർട്ടായി പോയി. അപ്പോൾ അതിന് വേദനയുള്ളവർക്കല്ല, അല്ലാത്തവർക്കും. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, നീ എന്താ? ഞാൻ പറഞ്ഞു അതല്ല, തെറ്റായിട്ട് അതിൽ നിന്നുള്ള, അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയേഴ്സ് നമുക്ക് ഇവരായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നസീർ സാറിന്റെ ഒപ്പവും മധു സാറിന്റെ ഒപ്പവും അതുപോലെ തന്നെ സത്യം മാസ്റ്ററിന്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. പക്ഷെ മധു സാറിന്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. സത്യം മാസ്റ്ററിന്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിന് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരാളാണ്, അത് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നസീർ സാറിന്റെ മകൻ ഷാനവാസിക്കായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ ഇത് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ എന്റെ ടങ് സ്ലിപ്പ് തന്നെയാണ്. അത് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ട്. കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ, 10-15 ദിവസം പുറത്തായിരുന്നു. സുരേഷ് ചേട്ടനും അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ ഫൈസലിക്കയും നാസറിക്കയും ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും, അവിടെ ഞാൻ ജനൻ ടീമിലായിരുന്നു, അവിടെ വെച്ച് എന്റെ ബൈറ്റ് എടുക്കുകയും, പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം. അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ല, ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും, ലോകത്തുള്ള എല്ലാ നസീർ സാറിന്റെ ആരാധകരോടും മാപ്പ് ചോദിക്കുകയും, അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്നത് ഒരു കുറച്ചില്ലല്ലോ, അത് കൂടുതലാണ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന്, ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കൈ തന്ന് ഫൗണ്ടേഷനും പിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നസീർ സാറിന് ഇഷ്ടമുള്ളത് അത് നമ്മൾ പറയുന്നതിന്റെ സതുദ്ദേശമല്ല വന്നത്. അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ മെർലിൻ മൺട്രോ എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു സിനിമ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു 36 വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതൊരു പാഠമാണ്. ഞാൻ എന്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ്. അപ്പൊ ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷന്റെ ആൾക്കാർ, അത് സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദറിനെ പോലെയാണ്, മേനക സുരേഷ് ഏട്ടൻ. ഏതൊരു പ്രശ്നം വരുമ്പോഴും എന്റെ കൂടെ നിൽക്കുകയും, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് ചോദിച്ചു ചെല്ലുന്നത് സുരേഷ് ഏട്ടന്റെ ഒപ്പമാണ്. എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇടപെട്ടിട്ട് ഒന്നും പേടിക്കേണ്ട, എല്ലാം. കാരണം വളരെ സ്വീറ്റ് ആയിട്ടാണ് നസീർ സാറിന്റെ തൊട്ടടുത്ത ബന്ധു, ചേട്ടനിമാരും മക്കളുള്ള ഒരാളായ ഫൈസലിക്ക് എന്നോട് പെരുമാറിയതും. അതായത് അവര് പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ്, ആ മര്യാദകൾ പഠിച്ചത്. ചീത്ത പറയുന്നവരെ നിങ്ങൾ വിട്ടേക്ക്, ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക, സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതില് വിഷമമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെമ്പർ ആവുകയാണ്. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഞാനും അൻസിവാസനും ആ ഫൗണ്ടേഷന്റെ യഥാർത്ഥത്തിൽ നസീർ ഫൗണ്ടേഷൻ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന, മക്കളൊക്കെ ഉൾപ്പെടുന്ന എന്റെ മെമ്പറായിട്ട് മാറുകയും ചെയ്തു.